പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ JCNDSD യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചു വന്ന ഒരു വിഷയം ഇതായിരുന്നു: മനുഷ്യപുത്രനും ദൈവപുത്രനും ഏകദൈവവും എന്നുള്ളതായിരുന്നു. ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ ധാരാളം ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ആശയ അഭിപ്രായ ഭിന്നതകൾക്കും ഇടവച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഏകദൈവം എന്നുള്ളത്. പൊതുവെ ക്രിസ്തീയ ആത്മീയത പരിശോധിക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് AD 320 വിശ്വാസ പ്രമാണം എന്നുള്ളത് ദൈവം ത്രിയേകൻ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് പഠിപ്പിക്കപ്പെട്ടു വരുന്നത് എന്നുള്ള കാര്യം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാം. കത്തോലിക്ക മുതൽ ഇന്ന് പെന്തക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, നാസറിൻ, പിൽഗ്രീം, ഹോളിനസ് തുടങ്ങിയുള്ള ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പട്ടത്ത പെന്തക്കോസ്റ്റൽ വേർപാട് സഭകൾ ഒന്നാകെ ദൈവം ത്രിയേക ദൈവം, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ആദ്യം മുതൽ വ്യത്യസ്ത പേഴ്സൺസ് ആയിട്ട്, വ്യത്യസ്ത വ്യക്തികളായിട്ട് നിലകൊള്ളുന്ന മൂന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠന സിദ്ധാന്തമാണ് ത്രിയേക ദൈവം, അല്ലെങ്കിൽ ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളിൽ നിലകൊള്ളുന്ന ഒരു ദൈവം എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തുടർന്നു വന്ന ചിന്തയുടെ ഭാഗമായി ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലാണ് ദൈവത്തിന്റെ ആളതത്വങ്ങളെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ധാരാളമായിട്ട് കാണുന്നത്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിൽ നിന്നും പെന്തക്കോസ്തുകാര് ദൈവം മൂന്നാണെന്ന് തെളിയിക്കുവാനുള്ള റൂട്ട് കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമം നമുക്കറിയാം ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഗ്രീക്കിൽ എഴുതപ്പെട്ട പുതിയ നിയമം ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷിൽ നിന്ന് മറ്റ് ലോക ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അവിടെ യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് പറയുന്നു. അങ്ങനെ യേശുക്രിസ്തു ഭൂമിയിൽ നിൽക്കുന്ന ഒരു ദൈവവും സ്വർഗത്തിലുള്ള ഒരു പിതാവും, പിന്നീട് യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിച്ച് അയക്കുന്ന ഒരു പരിശുദ്ധാത്മാവും എന്നുള്ള ഒരു ഫോർമാറ്റിൽ ദൈവത്തെ മൂന്ന് വ്യക്തികളായി കണ്ടെത്തി തുടങ്ങിയ കാലഘട്ടം മുതലാണ് അതിന്റെ പഴയ നിയമ അസ്തിത്വം തേടിയുള്ള പുറപ്പാട് പെന്തക്കോസ്തുകാർ ആരംഭിച്ച് നമുക്കറിയാം. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ നാമമാത്രമായ ഒരു പരിജ്ഞാനമാണ് അവർക്കുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ ബൈബിൾ അധിഷ്ഠിതമായ സഭകൾ, അത് ബ്രദറനായാലും, അത് ബാപ്റ്റിസ്റ്റ് ആയാലും, അത് പെന്തക്കോസ്റ്റ് ആയാലും, അവരെല്ലാം അവലംബിക്കുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളിലുള്ള ഒരു ദൈവം എന്നുള്ളത്. എന്നാൽ പറഞ്ഞു വരുമ്പോൾ മൂന്ന് ദൈവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ അത് 4 ദൈവമാകും. കാരണം 3 ദൈവം അകത്തും അതിനെ കവർ ചെയ്യുന്ന ഒരു ദൈവം പുറത്തും. അപ്പോ ത്രിത്വം എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ബഹുത്വം എന്നുള്ളത് തന്നെ എല്ലാ സഭകൾക്കും, ഈ ത്രിത്വം പഠിപ്പിക്കുന്നവർക്ക് ഒരു യൂണിഫോം ഫോർമാറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പരാജയകരമായ, ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്നാൽ ദൈവം തന്നെ അവതരിപ്പിക്കുന്നത് താൻ ഏകനാണ് എന്നുള്ളതാണ്. ഞാൻ അല്പം മുമ്പ് സംസാരിച്ചതുപോലെ ഉൽപ്പത്തി 1:26 മുതൽ പിന്നീട് 3-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് അവര് തൃത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിലേക്കുള്ള ഓട്ടപ്രദക്ഷിണത്തിൽ അവർ പലയിടങ്ങളിലും കണ്ടുവച്ചിട്ടുള്ളതൊക്കെയും നിലനിൽക്കാത്ത വാദഗതികളാണ് എന്നുള്ളത് കാര്യം നമുക്ക് ഇതിനോടകം നമ്മൾ പല വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാത്രിയിൽ നമ്മളുടെ ചിന്തയുടെ വിഷയം മനുഷ്യപുത്രനും ദൈവപുത്രനും ഏക ദൈവവും എന്നുള്ളതാണല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം
അല്പം മുമ്പ് കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ ഇസ്രായേൽ മക്കളുടെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷമായിട്ടുള്ളത് എന്ന്. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയെ സംബന്ധിച്ച് 4 സുവിശേഷകന്മാർ 4 ആംഗിളിൽ നിന്നും പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് നാം കാണുന്നത് ഇങ്ങനെയാണ്. ഒരുവൻ മത്തായി സുവിശേഷകൻ യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ സംബന്ധിച്ച്, അതായത് യഹോവയുടെ രാജത്വത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ, മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ, അതായത് യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യന് വേണ്ടി, മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദാസരൂപം എടുത്തതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മർക്കോസ് പഠിപ്പിക്കുമ്പോൾ, ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, യോഹന്നാൻ ആകട്ടെ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവപുത്രന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി കൊടുക്കുവാനും എത്ര വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സൃഷ്ടിയായ ആദ്യത്തെ മനുഷ്യനായ, ആദ്യത്തെ സൃഷ്ടിയായ, തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയെ വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യന്റെ വീഴ്ചയിൽ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് മനുഷ്യപുത്രനായി ദൈവത്തിന് വെളിപ്പെടേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ പ്രത്യക്ഷതയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ സൂചനാവാക്യം ദൈവം തന്നെത്താൻ ഏദൻ തോട്ടത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ ആരംഭിക്കുന്നതാണ് സ്ത്രീയുടെ സന്തതിയെ വാഗ്ദത്തം ചെയ്യുക. അപ്പൊ സ്ത്രീയുടെ സന്തതി എന്ന് വെച്ചാൽ അത് മനുഷ്യപുത്രനാണ്. കാരണം സ്ത്രീയിൽ നിന്നുമാണ് ആ സന്തതി ജനിച്ചു വരുന്നത്. അപ്പൊ സ്ത്രീയുടെ സന്തതി എന്ന് വെച്ചാൽ വീണ്ടെടുപ്പുകാരനാണ്, സ്ത്രീയുടെ സന്തതി രക്ഷിതാവാണ്, സ്ത്രീയുടെ സന്തതി പാപ പരിഹാരകനായി ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പുത്രത്വമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജഡ പ്രത്യക്ഷതയാണ്. എന്നാൽ ഈ പ്രത്യക്ഷത നമ്മൾ യോഹന്നാൻ അവതരിപ്പിക്കുമ്പോൾ അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ശരീരമായി, വചനത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു ശരീരമായി, സ്ത്രീയിൽ നിന്നും കന്യക മറിയത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് ജഡമെടുത്തു വന്നു. അത് ഒരേ സമയം അവൻ മനുഷ്യപുത്രനായി മരിക്കേണ്ടവനെങ്കിലും പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുന്നവനായി പിന്നീട് നമ്മൾ കാണുന്നത് ഇന്നയോളം, നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയോളം അവൻ നിൽക്കുന്നത് ദൈവപുത്രന്റെ സ്ഥാനത്താണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഈ യേശുക്രിസ്തു തന്നെയാണ് ഏക ദൈവം എന്ന് ബൈബിൾ വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 9:6 നാം ഇങ്ങനെ വായിക്കുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരണാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നുള്ള. അപ്പൊ വിവിധ ഘട്ടങ്ങളിലായി നിറവേറ്റപ്പെടുന്ന ഒരു പ്രോഫസിയുടെ പല ഫേസാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ പ്രവാചകനായ യെശയ്യാവ് ഈ പ്രവചനം BC 700 കാലഘട്ടങ്ങളിലാണ് പ്രവാചകൻ യെശയ്യാവ് ജീവിച്ചിരുന്നെന്നുള്ള. പ്രവാചകന്റെ ആ പ്രവചനം തന്നെ തൻ്റെ ജീവിതകാലത്തോ തൻ്റെ മക്കളുടെ കാലഘട്ടത്തിലോ തുടർന്ന് വന്ന നൂറ്റാണ്ടുകളിലോ ഒന്നും നിറവേറ്റപ്പെടാത്ത ഒരു പ്രവചനമായിരുന്നു. ആ പ്രവചനത്തിൽ തന്നെ ഒരു ശിശുവായി നമുക്ക് ജനിക്കുന്ന ഒരു മെസ്സിഹയെ സംബന്ധിച്ച്, അവനെ കാൽവരിയിൽ ദൈവം പാപപരിഹാരാർത്ഥമായി ദൈവപുത്രൻ എന്നുള്ള നിലയിൽ ബലിയായി നൽകുന്നത്, അവൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി, വീര്യം പ്രവർത്തിക്കുന്നവനായി, സമാധാനത്തിന്റെ പ്രഭുവായി, നിത്യപിതാവായി അവൻ ഹല്ലേലൂയ എന്നേക്കും തൻ്റെ സിംഹാസനം ഈ ഭൂമിയിൽ അവൻ മില്ലേനിയൽ കിങ്ഡത്തിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ സ്ഥാപിച്ചുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ജനതയുമായി
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയുമായി അവൻ ഈ ഭൂമിയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഭരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അനേക ഫേസുകളിൽ, അനേക ഘട്ടങ്ങളിൽ നിറവേറ്റപ്പെടുന്ന ഒരു പ്രോഫസി അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ അഥവാ ഇമ്മാനുവേൽ എന്ന പദവിയാണ് അല്ലെങ്കിൽ അവൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അവന്റെ പുത്രത്വത്തെ സംബന്ധിച്ച്, ദൈവത്തിന്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച്, ദൈവം ജഡത്തിൽ പ്രത്യക്ഷമാകുന്നതിനെ സംബന്ധിച്ചാണ് ഇമ്മാനുവേൽ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്, ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നത്. എന്നാൽ ഇമ്മാനുവേൽ പ്രോഫസിക്ക് തന്നെ രണ്ട് ഘട്ടങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുന്നത്. ഒന്ന്, അവന്റെ ജനനത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത്, കന്യ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ എന്നാൽ അവന്റെ ഈ ഭൂമിയിലെ 33.5 തിരുവയസ്സ് കാലഘട്ടങ്ങളിൽ അവൻ ഇമ്മാനുവേൽ പ്രോഫസിയിൽ അല്ല നിന്നത് നമുക്കറിയാൻ കഴിയും. ഇമ്മാനുവേൽ പ്രോഫസി നിറവേറ്റപ്പെടാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ദൈവം തന്നെത്താൻ വീണ്ടെടുക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവം എന്താ പറയുക, കൈക്കൊണ്ട അല്ലെങ്കിൽ പാവ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച ജനതയുമായി അവൻ 1000 ആണ്ട് വാഴുന്നത് തുടങ്ങിയുള്ള കാലഘട്ടത്തിലാണ് ഇമ്മാനുവേൽ പ്രോഫസിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾഫിൽനെസ്, അതിന്റെ നിറവേറ്റപ്പെടൽ നടത്തപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്ന ഒരു പ്രത്യേകത, ഈ ദൈവം ഒരേ ഒരു ദൈവം തന്നെയാണെന്നുള്ളതാണ്. ആ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം, സൃഷ്ടികളെ വീണ്ടെടുക്കുവാൻ മനുഷ്യ സാദൃശ്യത്തിലായി ഒരു രൂപമെടുത്തു വരുന്നു, വേഷത്തിൽ മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു, ദാസനല്ല, ദാസനെ പോലെയായി ക്രൂസിലെ മരണത്തോളം നമുക്ക് തന്നെ താഴ്ത്തിക്കൊണ്ട്, പിശാചിന്റെ തലയെ തന്റെ മരണത്താൽ തകർത്തുകൊണ്ട് ദൈവപുത്രൻ എന്നുള്ള നിലയിൽ മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യമായ ഒരു രാജ്യത്തിലേക്ക് ആക്കി വെക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യപുത്രത്വത്തെ സംബന്ധിച്ചും ദൈവപുത്രത്തെ സംബന്ധിച്ചുമുള്ള ബൈബിളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതേസമയം ബൈബിൾ അവതരിപ്പിക്കുന്നത് ഈ മനുഷ്യപുത്രനായും ദൈവപുത്രനായും ദാവീദ് പുത്രനായും വെളിപ്പെട്ട് വരുന്ന ആ ദൈവത്തിന്റെ പുത്രത്വ പദവികൾ ഒക്കെയും ഒരു ദൈവത്തിന്റെ 3 വിധ പ്രത്യക്ഷതകളാണ്, അല്ലെങ്കിൽ 3 മാനിഫെസ്റ്റേഷനാണ്. അവൻ സൃഷ്ടിപ്പിൽ പിതാവായും, വീണ്ടെടുപ്പിൽ പുത്രനായും, പരിപാലനത്തിൽ പരിശുദ്ധാത്മാവുമായി ഏദനിൽ പരദീസായിൽ വെച്ച് ദൈവത്തിന്റെ കൂട്ടാവകാശത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ ശുദ്ധീകരിച്ച് അവനോടുകൂടെ അവനെ തിരികെയും ഏദനിലേക്ക് കൊണ്ടുവന്ന് ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു പർപ്പസിന്റെ, ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഏക ദൈവം അല്ലെങ്കിൽ ഒരേ ഒരു ദൈവം വിവിധ ഘട്ടങ്ങളിലൂടെ, വിവിധ ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ വിവിധ പദവികളിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ഏകത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഏക ദൈവം, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെയെന്ന് പഴയ നിയമത്തിലുടനീളം ദൈവം പ്രസ്താവിക്കുന്നതും, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനായി ഏതാണ്ട് 649 ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, എനിക്ക് ശേഷമോ മുമ്പോ ആരുമില്ല എന്നിങ്ങനെ ഞാൻ എന്ന ഏകനാമം ഉപയോഗിച്ചുകൊണ്ട് താൻ അരുളി ചെയ്തിട്ടുള്ള പ്രവചനങ്ങൾ, അതിനുശേഷം ഈ ഭൂമിയിലേക്ക് താൻ ജഡത്തിൽ വരുമ്പോൾ ഞാൻ അബ്രഹാമിന് മുമ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ തന്നെയായ 7 അയാം സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഏക ദൈവത്തിന് അല്ലെങ്കിൽ സൃഷ്ടികർത്താവായ ദൈവത്തിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദങ്ങളും പദവികളും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടതായി പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്നാൽ ബൈബിളിലുള്ള പ്രവചനങ്ങളെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുവാൻ പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യങ്ങളും, പിതാവ് എന്നേക്കാൾ വലിയവനാണെന്നുള്ള കാര്യങ്ങളും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് യേശുക്രിസ്തു മറ്റൊരു ദൈവമെന്നും അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കീഴെയുള്ളൊരു ദൈവമെന്നും പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുമായി ധാരാളം
ശക്തികൾ ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ തന്നെ യഹോവയുടെ സാക്ഷികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോകൾ ചെയ്തപ്പോൾ അവിടെ യഹോവയുടെ സാക്ഷികൾ യേശു ക്രിസ്തുവിനെ ഒരു സൃഷ്ടിയായി അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചില മേഖലയിലേക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അവര് ശക്തനായ വലിയവനായ സർവശക്തനായ ദൈവത്തിന്റെ താഴെയുള്ള ഒരു മിനി ദൈവമായി അവരും പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ യേശുക്രിസ്തുവിനെ ദൈവങ്ങളിൽ ഒരുവനായി അവതരിപ്പിക്കുമ്പോൾ ബൈബിൾ ഒരേ ഒരു ദൈവത്തിന്റെ വിവിധ മാനിഫെസ്റ്റേഷനായി അവതരിപ്പിക്കുന്നു. അതാണ് ശരി. കാരണം ബൈബിളിനോട് മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ബൈബിളിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിലെ ഒരു ക്ലാരിറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ജോയി പാസ്റ്റർക്ക് തുറന്നുള്ള കാര്യങ്ങളായി സംസാരിക്കുവാനായിട്ട് അവസരങ്ങൾ വേർതിരിക്കുക, സമയങ്ങൾ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോസഫ് റീസ് വാഷ് പറഞ്ഞ പ്രകാരം എന്തിനാണ് ദൈവം ഒരു പുത്രൻ എന്നുള്ള നിലയിൽ, പുത്രൻ എന്നുള്ള ഒരു പ്രകൃതി സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ പുത്രൻ എന്നുള്ള പദവിയിൽ കടന്നു വരുമ്പോൾ അതിന്റെ കാരണം നാം പ്രാരംഭത്തിൽ കേട്ടല്ലോ, നമ്മളെ പുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് അവൻ പുത്രനായി. കാരണം ഒരു മനുഷ്യനെയാണ് പിശാച് ഇവിടെ പരാജയപ്പെടുത്തിയത്. മനുഷ്യനെ പിശാച് പരാജയപ്പെടുത്തിയപ്പോൾ ആ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇവിടെ പ്രവൃത്തി ആവശ്യമാണ്. അങ്ങനെ ആ പ്രവൃത്തിയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ കടന്നുവരവോടുകൂടി ഇവിടെ നിറവേറ്റപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്നും കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നുവെന്നും നാം ചിന്തിച്ചതുപോലെ തന്നെ അതിന്റെ ഒരു നല്ല ഒരു വിശദീകരണം കർത്താവിന്റെ ദാസൻ ജോസഫ് റീസ് വാഷ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംശയമുള്ളവർക്ക് ഞങ്ങൾ വീണ്ടും മറുപടി നൽകുന്നതായിരിക്കും ഈ ലൈവിലൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പൊ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ആദാം ഒടുക്കത്തെ ആദാം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആദം എന്ന് പറയുന്നത് ആദമിനെ ഉദ്ദേശിച്ച്, ഒടുക്കത്തെ ആദം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുമാണ്. ഒന്നാമത്തെ ആദാം എന്ന് പറയുമ്പോൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് ആദമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവാണെന്നാണ് ബൈബിൾ വചനം നമ്മൾ വായിക്കുമ്പോൾ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഒന്നാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവെന്ന് പറയുന്നില്ല. ഒടുക്കത്തെ ആദാം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ജീവിപ്പിക്കുന്ന ആത്മാവ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു ഭാഗത്ത് പിതാവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ 3 ദിവസം കൊണ്ട് എന്റെ പിതാവ് അതിനെ പണിയാം എന്നല്ല, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചത് യേശു തന്നെയാണ്. അതാണ് ഒടുക്കത്തെ ആദാം, ജീവിപ്പിക്കുന്ന ആത്മാവ്. ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവം തന്നെയാണ്. അപ്പൊ ഈ തെറ്റിദ്ധാരണയാണ് പലർക്കും ഉള്ളത്. യേശു ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കാണുന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ ചുരുക്കം ചിലത്. അവർക്ക് കൂടുതൽ ഇവിടെ അവരുടെ പ്രവർത്തനം വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും വിരളിൽ എണ്ണാവുന്ന കുറച്ചു പേര് യേശു ദൈവമല്ല,
യേശു സത്യദൈവമല്ല. ബൈബിൾ പഠിപ്പിക്കുന്നു യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുന്നു. ഇപ്പൊ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ യെശയ്യാ 9:6 അവൻ വീരന ദൈവമാണെന്നും അവൻ നിത്യപിതാവാണെന്നും പഠിപ്പിക്കുമ്പോൾ ഈ കൂട്ടം പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു മകന് തന്നെ തന്റെ പിതാവാകാൻ കഴിയുമോ? മറുചോദ്യം ചോദിച്ചുകൊണ്ട് സാത്താനിക പ്രേരണയിൽ അനേകർ കടന്നു വരികയാണ്. അവരുടെ സാത്താനിക ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ സാത്താൻ അനേകരെ വഞ്ചിക്കുന്നു. ആ വഞ്ചനയിൽ കുടുങ്ങിയിരിക്കുന്ന പലരും ഇന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് സത്യം ഗ്രഹിച്ച് മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു യേശുക്രിസ്തു യഹോവയാണെന്ന് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു യഹോവയാണെന്ന് പഠിക്കുമ്പോൾ അത് യഹോവയ്ക്ക് വഴി നിരത്തുവിൻ എന്നാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നുവെന്ന്, അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നത്, യോഹന്നാൻ സ്നാപനെ കുറിച്ച് പറയുകയാണ്. എനിക്ക് മുൻപേ, യഹോവ പറയുക, എനിക്ക് മുൻപേ വഴി നിരത്തേണ്ടതിന് വേണ്ടി വന്നവനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു യഹോവ എന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടുത്തെ തൃത്വവാദികൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കത്തോലിക്ക സഭ ഉരുളുനേർച്ച നടത്തുന്ന പോലെ ഓരോ വാക്യങ്ങൾ എടുത്ത് കിടന്ന് ചോദ്യം ചോദിച്ചാൽ കിടന്ന് ഉരുളുനേർച്ച നടത്തുക. അവർക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിന്റെ സത്യത്തിന്റെ, ആ സത്യവചനത്തിന്റെ സൂചന പ്രിയ കർത്താവിന്റെ ദാസൻ ഇന്ന് സൂചിപ്പിച്ചു. നമ്മളെ പുത്രിപുത്രന്മാരാക്കി തീർക്കുവാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ വേഷത്തിൽ മനുഷ്യനായി. ഒരാള് എന്നോട് ചോദിച്ചു, ഒരു IPC ഒരു ഭാഷ എന്നോട് ചോദിച്ചു, അപ്പൊ യേശുക്രിസ്തു പ്രച്ഛന്ന വേഷം എടുക്കുകയായിരുന്നു. ബൈബിള് പഠിപ്പിക്കുന്നു അവൻ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പോൾ ഈ സത്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. യേശുക്രിസ്തു തന്നെയാണ് സത്യദൈവമെന്നും യേശുക്രിസ്തു തന്നെയാണ് ഏകസത്യദൈവമെന്നും അവൻ തന്നെയാണ് പുത്രനായി കടന്നു വന്നതെന്നും അവൻ തന്നെയാണ് പിതാവായി വെളിപ്പെട്ടതെന്നും ആ പിതാവായി വെളിപ്പെട്ട ആ സകലതും സൃഷ്ടിച്ച യഹോവ തന്നെയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ രക്ഷണ്യ പദ്ധതിക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട് ഒരു ജഡമെടുത്ത് സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്നത് എന്നുള്ള വസ്തുത ഗ്രഹിക്കുവാൻ വീണ്ടും ഞങ്ങൾ ആലോചന പറയുന്നു. ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഞങ്ങൾ തീർത്തു കൊടുക്കുവാൻ, വചനത്തിലൂടെ അത് ആവശ്യമുള്ളവർക്ക് തീർത്തു കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തുടർന്നും ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചു വന്നിരുന്ന വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ 1 ആദാമിനെ ഭൂമിയിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുള്ളവൻ എന്ന് അവതരിപ്പിക്കുമ്പോൾ ഒടുക്കത്തെ ആദാമെന്നും 2ാമത്തെ മനുഷ്യനെന്നും അതേ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ, അതായത് നമ്മൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ തൃത്വ പണ്ഡിതന്മാർക്ക് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയാത്ത പഴയ നിയമ പാണ്ഡിത്യമുള്ള വ്യക്തിയായിട്ട് കൂടി ഏക ദൈവത്തെ കുറിച്ച് താൻ തന്നെ പറയുന്നത് എരിവുള്ളവനായിരുന്നത് നിമിത്തമാണ് മറ്റുള്ള ഏതാനും ആളുകൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവമായി അവതരിപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ കൊന്നുമുടിക്കേണ്ടതിന് അധികാരപത്രം വാങ്ങിപ്പോയി ഒരു മനുഷ്യനാണ് പറയുന്നത്. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലുള്ള ആളില്ല പറയുന്നത്. ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായി യഹൂദ പൗരത്വമുള്ള, ഒപ്പം ബൈ ബർത്ത് റോമൻ പൗരത്വമുള്ള, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള പദവികൾ നേടിയെടുത്തവൻ, ദൈവത്തെക്കുറിച്ച് തീഷ്ണത കൊണ്ട് എരിഞ്ഞിരുന്നവൻ, അവൻ വന്ന് പറയുകയാണ് ആ ദൈവം തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ടത്. അവനാണ് ആ ഏക ദൈവത്തിന്റെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന ആ ഏക ദൈവത്തിന്റെ പ്രതിരൂപമാണ്, അല്ലെങ്കിൽ ഇമേജ് ആണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ പൗലോസ് അപ്പോസ്തലൻ അടക്കം എഴുതി വച്ചിട്ടുള്ള പുതിയ നിയമങ്ങളിൽ നിന്നുകൊണ്ടും
പഴയ നിയമത്തിലേക്ക് ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. ദൈവത്തിന് എവിടെയെങ്കിലും ഒരു 3 വ്യക്തിത്വം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള വികലമായ പ്രവർത്തനങ്ങളുമായി പെന്തക്കോസ്റ്റൽ തുടങ്ങിയുള്ള ആളുകൾ പരിശ്രമിക്കുമ്പോൾ ബൈബിളിനെ ബൈബിൾ കൊണ്ട് പഠിച്ചാൽ, അല്ലെങ്കിൽ ബൈബിളിന്റെ വാക്യങ്ങൾക്കുള്ള ഇണവാക്യങ്ങളെ ബൈബിളിൽ തന്നെ കണ്ടെത്തേണ്ടതിന് പകരമായി ബൈബിൾ സുവ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സത്യങ്ങളെ തങ്ങളുടെ മതപ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖണ്ഡിക്കാനും തങ്ങൾ സേവിക്കുന്ന, അല്ലെ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു ഒരു ദൈവ വ്യവസ്ഥിതി ബൈബിളിൽ സ്ഥാപിക്കാനും പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയവരാണ് ഇന്നുള്ള ത്രിത്വക്കാർ എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ 2-3-4 വർഷങ്ങളായിട്ട് ഈ ത്രിത്വ പണ്ഡിതന്മാരിൽ ആരും തന്നെ, മുൻനിര പണ്ഡിതന്മാരാരും തന്നെ ഒരു സംവാദത്തിനോ വരാതിരിക്കെ 2ാം നിരയോ 3ാം നിരയോ ആളുകളെ മാത്രം വിട്ടിട്ട് അവർക്ക് മറുപടി ലഭിക്കാതെ അവര് ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ട് മുൻനിരക്കാരായ ആളുകൾ ആരും ഈ വിഷയത്തിലേക്ക് കൈവെക്കാൻ തയ്യാറില്ലാതെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏകപക്ഷീയമായി ഇപ്പോൾ ഏകദൈവ വിശ്വാസം JC-NDS-ലുള്ള തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ബൈബിൾ സുവ്യക്തമായിട്ട് പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവരായി എന്ന്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് സേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ദൈവം തന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട, അല്പം മുമ്പ് കർത്താവിന്റെ ദാസൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതുപോലെ ദൈവം ഉണ്ടാക്കിയ, ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ, ഈ ഭൂമിയെ അടക്കി കീഴടക്കുകയും വാഴുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പിശാചിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് പാപം ചെയ്ത് അവന്റെ പുത്രത്വവും അവകാശങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവനെ തന്റെ കൂട്ടായ്മയിലേക്കും പുത്രത്വത്തിന്റെ അവകാശത്തിലേക്കും തിരികെ കൊണ്ടുവരേണ്ടതിന് അവൻ മറ്റാർക്കും അത് കഴിയാത്തത് കൊണ്ട്, ആദാമ്യ വംശജരായ ഒരു മനുഷ്യനും കഴിയാത്തത് കൊണ്ട് അവൻ തന്നെത്താൻ ഒരു വേഷം, ഒരു മനുഷ്യ ശരീരം എടുത്ത് സ്വീകരിച്ച ദൈവത്തിൽ നിന്നും സ്വീകരിക്കപ്പെട്ട വചനത്താൽ ദൈവത്താൽ സ്ഥാപിതമാക്കപ്പെട്ട ഉരുവാക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടി വന്ന് ആ ശരീരത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായ, പാപത്തിന്റെ ശമ്പളമായ മരണം വരിച്ചുകൊണ്ട് തന്റെ ജഡത്തെ തന്റെ ജഡമരണത്താൽ, ആ മരണത്താൽ താൻ സ്ഥാപിച്ച ബലിയാൽ ഉളവായ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിച്ച് ആ പുത്രത്വത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന് എബ്രായ ലേഖനക്കാരൻ 2:15 വ്യക്തമായി പറയുന്നു. അപ്പൊ മരണത്തിന്റെ അധികാരമുള്ള പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവമക്കളെ വീണ്ടെടുത്ത് പുത്രത്വത്തിന്റെ അവകാശങ്ങളെ തരേണ്ടതിനു വേണ്ടി ഉയരത്തിൽ നിന്നും 2ാം ആദാമായി, അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമായി പ്രത്യക്ഷമായത് ദൈവം തന്നെയാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ യെശയ്യാ 40-ലും മലാക്കി 3-ലും പറയപ്പെട്ടിരിക്കുന്ന ആ പ്രവാചകൻ എന്തിനു മുന്നോടിയായി, ആരുടെ മുന്നോടിയായി വരുമെന്ന് പഴയ നിയമം പറയുന്നുവോ ആ യഹോവയുടെ മുന്നോടിയായി അയക്കപ്പെട്ട പ്രവാചകൻ വന്ന് തന്റെ പ്രവചന ശുശ്രൂഷയുടെ കാലം തികയ്ക്കുന്ന സമയം വന്നപ്പോൾ അതാ തന്റെ പ്രവചനത്തിൽ താൻ വന്ന് പ്രവചിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടതുപോലെ ആ യഹോവ പ്രത്യക്ഷമാകുന്നു. അങ്ങനെ പ്രത്യക്ഷമായ ആ യഹോവ പഴയ നിയമത്തിൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ അവൻ കുരുട്ട് കണ്ണുകളെ തുറക്കാനും എളിയവർക്ക് സദ്വർത്തമാനം ഘോഷിപ്പാനും ഒക്കെ യെശയ്യാ 61-ൽ പറയുന്നത് പോലെയൊക്കെയും അവനെ കുറിച്ച് പഴയ നിയമത്തിലെ ഓരോരോ പ്രവാചകന്മാർ പ്രവചിച്ചതൊക്കെയും നിറവേറ്റിക്കൊണ്ട് കടന്നു വന്നു. അവർ പഴയ നിയമത്തിൽ ഉടനീളം പ്രസ്താവിക്കപ്പെട്ടു വരുന്ന യഹോവയുടെ പ്രത്യക്ഷത നിറവേറ്റപ്പെട്ടത് യേശുക്രിസ്തുവിലാണ് എന്ന് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ തൃത്തക്കാർക്ക് സംശയമില്ല, അത് യഹോവയാണെന്നുള്ള കാര്യം. എന്നിരുന്നാൽ തന്നെയും യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയും പ്രസ്താവനകളെയും മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യേശുവിന് സ്വർഗത്തിൽ ഒരു വലിയ പിതാവുണ്ട്, തന്നെക്കാൾ വലിയൊരു പിതാവുണ്ട്, അതുകൊണ്ട് താൻ ചെറുതാണെന്നും എന്റെ പിതാവ് വലിയതാണെന്നും പറയുന്നു. അതേസമയം യേശുക്രിസ്തുവിനെ അവർ ഒരു ചെറിയ ദൈവമായിട്ട് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവങ്ങളിൽ ഒരുവനായി അവതരിപ്പിക്കുന്നു. ഇത് ബൈബിളിന്റെ വചനങ്ങളിൽ തന്നെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായി തോന്നാവുന്ന ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. വിശുദ്ധ പൗലോസ് തന്നെ തന്റെ
ആ ദമാസ്കസ് എൻകൗണ്ടറിൽ ദൈവത്തെ യേശുക്രിസ്തുവിനെ ഒരു സൂര്യനേക്കാൾ വെല്ലുന്ന വെളിച്ചത്തോടുകൂടി ബാധിക്കപ്പെട്ട് കാഴ്ചയില്ലാതെ നിലത്ത് കിടന്നപ്പോൾ താൻ വിളിച്ചു ചോദിച്ച ആ യഹോവയെ അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്നുള്ള ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ താൻ പിന്നീട് വന്ന് യേശു ക്രിസ്തു മഹാദൈവമാണെന്നും യേശു ക്രിസ്തു സർവത്തിനുമേതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവനാണെന്നും യേശു ക്രിസ്തു ഏകസത്യദൈവമാണെന്നും യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ ദൃശ്യമായ രൂപമാണെന്നും ആ യേശു ക്രിസ്തു ആണ് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമെന്നും തന്റെ നിരവധിയായ പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ സുവ്യക്തമാക്കി നൽകിയിട്ടുള്ളപ്പോൾ ഈ തിരുവെഴുത്തുകളെ എങ്ങനെ മനുഷ്യൻ ഖണ്ഡിച്ച് ഇത്തരത്തിലുള്ള വാദഗതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഏകദൈവ വിശ്വാസികളായ ഞങ്ങളെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾക്കുന്നവരായ ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മനുഷ്യപുത്രനായും ദൈവപുത്രനായും ഇനി രാജകീയ സിംഹാസനത്തിൽ അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്ന പോലെ അവൻ ദാവീദ് പുത്രനായും വെളിപ്പെട്ട് വരുമ്പോൾ ആ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആ യഹോവ തന്നെയാണ് ഈ രാജാവ് സ്ഥാനത്തേക്ക് വരുന്നത്. അവൻ പ്രത്യക്ഷമാകുമ്പോഴും അവൻ യഹോവ പ്രത്യക്ഷമാകും അന്നാളിൽ അവൻ അവന്റെ നാമം ഏകവുമായിരിക്കും എന്ന് എഴുതിയിരിക്കുമ്പോൾ അവൻ ഇനി ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുമ്പോൾ യഹോവയുടെ പ്രത്യക്ഷത എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അവിടെ യഹോവ ഈ ഭൂമിയിൽ താൻ രക്ഷിതാവായി മനുഷ്യപുത്രനായി വന്നപ്പോൾ തന്നെ തന്റെ ജനം ഏൽപ്പിച്ച പരിക്കുകളുമായി കടന്നു വരുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാകാൻ പോകുന്നില്ല. അവർ അന്ന് സ്വീകരിക്കുമെങ്കിൽ ഇന്ന് പെന്തക്കോസ്തുകാര് എന്ന് പറയുന്നവർ ആ ദിവസം കാണാൻ അവരുണ്ടാകത്തില്ല. അവർക്ക് ഒരിക്കലും ഇനിയൊരു അവസരം ഉണ്ടാകത്തില്ല. എന്നാൽ ആരത് കാണണമെന്ന് ആഗ്രഹിക്കുമോ അവരത് കാണും. അവരന്ന് ഗോത്രമായി വിലപിക്കുന്നത് യഹോവയുടെ കയ്യിൽ അവർ ഏൽപ്പിച്ച പരുക്കുകളെ നിമിത്തമാണ് എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സുവ്യക്തമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ ദൈവം പലപ്പോഴും നമ്മൾ കർത്താവിന്റെ ദാസനെ ഓർപ്പെടുത്തിയ പോലെ യേശുവിന്റെ അപ്പൻ യേശു തന്നെയാണോ എന്നുള്ളൊരു വിഡ്ഢി ചോദ്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ദൈവം പറയുന്ന കാര്യം, ഞാൻ സർവ്വജഡത്തിന്റെ യഹോവയായ ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. ദൈവത്തിന്റെ സംവിധാനങ്ങളെ, ദൈവത്തിന്റെ വ്യവസ്ഥകളെ, ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ ആലോചനകളെ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ കേവലം ഒരു ശ്വാസം മാത്രമായ മനുഷ്യന്റെ ചെറിയ തല കൊണ്ട് ചിന്തിച്ച് ദൈവം ഇങ്ങനെയൊക്കെയാണ്, ഒരു ദൈവം ഇങ്ങനെയാണ്, ഒരു ദൈവം ഇങ്ങനെയാണ്, മറ്റൊരു ദൈവം ഇങ്ങനെയാണ്, ഇവർ മൂന്നും കൂടുന്നതാണ് ഒരു ദൈവം എന്നുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ മനുഷ്യൻ തല കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആത്മാവാണ് ജീവൻ നൽകുന്നവൻ, അത് ദൈവമാണ്, മറ്റാരുമല്ല. അവൻ ഏകദൈവം തന്നെയാണ്. ഇതാണ് ഈ കാര്യത്തിൽ കുറച്ചുകൂടി എനിക്ക് പറയുവാനുള്ളത്. മറ്റ് കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ തുടർന്ന് സംസാരിക്കും. മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ക്ലോസ് ചെയ്യാണോ അതോ വാസ്തു സംസാരിക്കണം? അടുത്ത ആഴ്ചയിലുണ്ടല്ലോ. ശരി, ബുധനാഴ്ച. അപ്പൊ നമ്മള് പറയണ്ടേ ക്ലോസ് ചെയ്യാനായിട്ട്? അതെ പറഞ്ഞോളൂ. വിൽസൺ ബ്രദറെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും ഈ വിഷയത്തിൽ തുടർന്ന് മറ്റ് അനേക തിരുവെഴുത്തുകൾ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ സ്വർഗീയ അസ്തിത്വം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ഏക സത്യ ദൈവം എന്നുള്ള അടിസ്ഥാന തത്വങ്ങൾ, പ്രമാണങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ നിന്നും ധാരാളം വാക്യങ്ങളിൽ ഞങ്ങൾക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. കാരണം അവൻ ഏക ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും ഇതേ വിഷയവുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അവരെടുത്തോട്ടെ. ഓക്കെ.